ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു എല്ല് കറി വെച്ചാലോ? അതിനായിട്ട് എല്ല് എടുത്തിട്ടുണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല എല്ലാണ്. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക ഇത്രയൊന്നും ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സവോള അരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി തേങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാമേ. അത് ഞാൻ അധികം വഴറ്റുന്നില്ല, ഈ സവോളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ വഴലാനുണ്ടാണ്. ആ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. അത് ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. സവോളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാമേ. എരിവുള്ള മുളക് പൊടി 1 സ്പൂണ്, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇത്രയിട്ട് നമുക്ക് നല്ലോണം ഇളക്കാമേ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി കായത്തിൻ്റെ പൊടിയെ അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളിക്ക് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അത് വിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാമേ. ഇതിലേക്ക് നമ്മൾ എല്ലിട്ട് കൊടുക്കാം. എല്ലെല്ലാം നല്ലപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാമേ. ഇനി ഇതിരുന്ന് വേകട്ടെ. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എല്ലുകറി എല്ലാം നല്ലപോലെ വെന്ത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം ഇതിരുന്ന് പിടിച്ചോട്ടെ. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നേ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ സമയം ഉപ്പൂടെ നോക്കിയിട്ട് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. അതും കൂടി ഇട്ട് ഇളക്കി അടച്ച് വയ്ക്കാം. നമുക്ക് എല്ലുകറിക്ക് ഒരു കടുക് കൂടെ വറുത്തിടാമേ. അതിനായിട്ട് ഞാൻ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാമേ. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കടുകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം പൊട്ടി വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില, കൊച്ചുള്ളി, ഇച്ചിരി തേങ്ങ കൊത്തിയതാണേ, അതും കൂടെ ഒന്ന് വറുത്തിടാം. ആ കൂട്ടിൽ തന്നെ എല്ലാം കൂടെ വറുത്തിടാം. ഉള്ളിയും തേങ്ങ എല്ലാം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാമേ. അങ്ങനെ സ്വാദിഷ്ടമായ എല്ലുകറി നല്ല അടിപൊളി കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.